തോപ്പിൽ ഭാസി പുരസ്കാരം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പുരസ്കാരം സമർപ്പിച്ചത്. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 33,333 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് ഈ പുരസ്കാരം. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭരാത്രി. തിരുവനന്തപുരം നന്ദാവനം N. കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാര വിതരണം. 33,333 രൂപയും കാരയ്ക്കാമണ്ഡപം വിജയകുമാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന തോപ്പിൽ ഭാസി അവാർഡ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. ശ്രീകണ്ഠൻ നായർ തങ്ങളെ വിമർശിക്കുന്ന അടുത്ത ബന്ധുവെന്ന് ബിനോയ് വിശ്വം. ശ്രീകണ്ഠൻ നായർക്ക് എന്തോ ഒരു മാസ്മരികമായ ആകർഷണീയതയുണ്ട്. അദ്ദേഹം മാറി മാറി പ്രവർത്തിച്ച ഒരുപാട് മാധ്യമങ്ങളെപ്പറ്റി പറഞ്ഞു. കേരളകൗമുദി മുതൽ 24 വരെ പല പല രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തെ നമ്മൾ കണ്ടു. അവിടെയെല്ലാം ഒരു ടച്ചുണ്ട്. ആ ടച്ചിന് ഒരു SKN എന്നാണല്ലേ, SKN ടച്ച് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ടച്ച് ഉണ്ടായിരുന്നു. ഇത്രയും കൊല്ലങ്ങൾ അദ്ദേഹം ദൃശ്യമാധ്യമത്തിൽ വന്നപ്പോഴെല്ലാം ഒരേ താളത്തിൽ, ഒരേ സ്പിരിറ്റിൽ, ഒരേ ഊർജത്തിൽ അദ്ദേഹം വിഷയം എന്തായാലും രാവിലെ മുതൽ രാവിലെ ചെല്ലും വരെ ശ്രോതാക്കളെ പിടിച്ചിരുത്തും. അതേപ്പറ്റി ഇതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് ഹോംവർക്ക് വേണം, ഒരുപാട് വായന വേണം, ചരിത്രജ്ഞാനം വേണം, സാഹിത്യരംഗത്തെപ്പറ്റി അറിയണം, ചിലപ്പോൾ അതിനപ്പുറത്തേക്കുള്ള അറിവുകൾ വേണം. അതെല്ലാം വായിച്ചും പഠിച്ചും പെട്ടെന്ന് വായിച്ചും പഠിച്ചും അതിനെല്ലാം വെളിച്ചത്തിൽ ഇത്രയും അട്രാക്റ്റീവായി ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവാണ് ഞാൻ കണ്ട പ്രത്യേകത ശ്രീകണ്ഠൻ നായരിൽ. പഠനകാലം മുതൽ തന്നെ പുതുപ്പള്ളി രാഘവൻ വഴി തോപ്പിൽ ഭാസിയെ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് ആർ ശ്രീകണ്ഠൻ നായർ. തോപ്പിൽ ഭാസിയുടെ പേരിലുള്ള പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റുന്നുവെന്നും മറുപടി. എൻ്റെ ക്ലാസ്സിൽ പുതുപ്പള്ളി രാഘവൻ്റെ മകളുണ്ടായിരുന്നു, രണ്ടാമത്തെ മകൾ. ഞാനിപ്പോഴും ശോഭയുടെ കൂടെ, ഞങ്ങളൊക്കെ അച്ഛനായിരുന്നു അദ്ദേഹത്തെ വിളിക്കുന്നത്, അച്ഛനെ കാണാനായിട്ട് പോവും. അങ്ങനെ ഒരു സംസാര വേളയിലാണ് ഒരിക്കൽ അദ്ദേഹം തോപ്പിൽ ഭാസിയുടെ ഒരു കത്ത് കിട്ടിയ കാര്യം എന്നോട് പറയുകയും ആ കത്ത് കാണിച്ചു തരികയും ചെയ്തു. ഞാൻ ഈ ആകാശവാണിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു 19 റേഡിയോ നാടകങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അന്ന് നമ്മൾ ഈ നാടകം എഴുതുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽ എന്നെ വിളിച്ചിട്ടുണ്ടാവാം, തോപ്പിൽ ഭാസി തീർച്ചയായിട്ടും ഉണ്ടാവാം. കാരണം നാടകം പോലൊരു സാഹിത്യ ശാഖയ്ക്ക്, അതിൻ്റെ പിറവിക്ക് അനുഭവങ്ങൾ വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഈ കാലത്തുണ്ട്. എന്നാൽ അനുഭവത്തിൻ്റെ തീപ്പൊള്ളലുള്ള ആളുകൾക്ക് എത്രയും ശക്തമായി എഴുതാൻ കഴിയുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ആളാണ് ശ്രീ തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസി ചേട്ടൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം എന്നെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കും. ഈ സമൂഹത്തിന് പറ്റുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എനിക്ക് എൻ്റെ ഒരു പേടി ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് കൂടുന്ന സമയമൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഇനി എത്ര കാലം നമുക്ക് ഈ സാമൂഹ്യ രംഗത്തൊരു മാറ്റം ഉണ്ടാക്കാൻ അവസരം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ കാപട്യമില്ലാത്ത മാധ്യമപ്രവർത്തകനാണ് ആർ ശ്രീകണ്ഠൻ നായരെന്ന് തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ തോപ്പിൽ ഭാസി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ഭാരവാഹികൾക്കൊപ്പം തോപ്പിൽ ഭാസിയുടെ മകൾ മാലയും പേരക്കുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളും KPSC നാടകഗാനങ്ങളും ഉൾപ്പെടുത്തിയ ഗാനാഞ്ജലിയും അദ്ദേഹം രചിച്ച ഷെൽട്ടർ എന്ന നാടകവും അരങ്ങേറി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.